എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനൽ മായ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ചിത്തിര നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഫലമാണ്. 1201 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Six of Wands, Page of Swords, Knight of Wands, Hermit mode, Nine of Wands, Two of Pentacles. ആദ്യം തന്നെ 6 of Wands എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു വർഷം നിങ്ങൾക്ക് പൊതുവേ പല കാര്യങ്ങളിലും നേട്ടം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ബിസിനസ്സിൽ പ്രത്യേകിച്ച് വിജയസാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയമാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബിസിനസ്സിൽ നിങ്ങൾക്ക് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ചില ആളുകൾ ഈ ഒരു വർഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇനിയും നിങ്ങൾക്കൊരു സ്വയം ഒരു ഡൗട്ട് തോന്നുന്നുണ്ടാവും നിങ്ങളെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അപ്പോഴത്തെ സാഹചര്യങ്ങളും മറ്റും ഒക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്ത സിറ്റുവേഷൻസും കാര്യങ്ങളും ആ ഒരു പ്രത്യേക ബിസിനസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടൊക്കെ ആവാം. ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ ഒരു വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾ എവിടെയാണോ, ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബിസിനസ് ആവാം. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ല ടാലൻറ്റഡായിട്ട് ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ബിസിനസ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർക്ക്, നല്ലൊരു റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജോലിയിൽ കൂടുതൽ നല്ലൊരു റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് കൂടാതെ നിങ്ങൾക്ക് പുതിയ പുതിയ പ്രോജക്ട്സ് ലഭിക്കുന്നതാവാം. നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ആളുകളുടെ സമീപനം വളരെ നല്ല രീതിയിലായിട്ട് കാണുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ ലൈഫിൽ സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും പുതിയ ജോലി സാധ്യതകളും ഒക്കെ ഈ ഒരു വർഷം നിങ്ങളെ തേടി വരുന്നതായിട്ടുള്ളൊരു സൂചനയും കാണിക്കുന്നു. അതേപോലെ തന്നെ പേജ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പുതിയ പല കാര്യങ്ങളും ശ്രമിക്കാനും പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു വർഷമായിരിക്കും ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആദ്യമായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു നെർവസ്നെസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ ഇത് ഒന്ന് എക്സ്പെരിമെൻറ്റേഷൻ ഫേസാണ് ജീവിതത്തിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമല്ല. അത് ആ ഒരു മാറ്റത്തിൻ്റെ തുടക്കവും പതുക്കെ പതുക്കെ നമ്മൾ അതായിട്ടൊന്ന് ഇഴുകിച്ചേർന്ന് വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി സമയമെടുക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓവർ കോൺഫിഡൻസ്, അതായത് അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസം അത് ഒഴിവാക്കുക. എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ ഓവറായിട്ട് ഉള്ള ആ ഒരു രീതിയിലുള്ള ചിന്തയിൽ നിന്ന് ഒഴിവാക്കുക. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു യൂത്ത്, അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒരു അഹം എന്നുള്ളൊരു ഭാവവും എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ റിസ്ക് എടുക്കുന്നത് ഒരു നല്ല സമയമാണ്, അതിന് പറ്റിയ സമയം കൂടിയിട്ടാണ് ഈ വർഷം. എന്നിരുന്നാലും ഓവറായിട്ട് പറയുമല്ലോ, നമുക്കറിയാത്ത കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുക, അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഇറങ്ങിത്തിരിക്കുക, ഇതൊക്കെ ഒഴിവാക്കുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ആ ഒരു പ്രായത്തിലുള്ള ആളുകൾ. ഇനിയിപ്പോൾ ആ പ്രായം തന്നെ ഒരു കാരണം, ഒരേ പ്രായത്തിലാവുമ്പോൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും ചില ആളുകളുടെ സ്വഭാവ രീതി അതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു.
കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാം. എന്ന് വെച്ചിട്ട് റിസ്ക് എടുക്കേണ്ട എന്നല്ല, ഈ വർഷം റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ്. കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുക്കുക. ഓക്കെ. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നിങ്ങൾ ഇപ്പോൾ ചില ആളുകൾ പ്രായമായി റിട്ടയർ ആയി ഇനി റെസ്റ്റ് എടുക്കാമെന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സമയമൊന്നും അല്ല ഈ വർഷം. കാരണം പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഒരു പക്ഷെ നിങ്ങൾക്ക് ജോലി എന്നുള്ളൊരു സിറ്റുവേഷൻ വരാം, എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ടുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ വെറുതെ നിങ്ങൾ ചിന്തിച്ച രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമൊന്നും കിട്ടുന്നില്ല. പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം വെറുതെ വീട്ടിലിരിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു മാസമൊക്കെ റിലാക്സ് ചെയ്ത് വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ ബോറടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം അത് മനസ്സിലാവും. കാരണം നിങ്ങൾക്കിപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഇത് ബോറിംഗ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ സ്വയം മറ്റെന്തെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആവാം. വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷം പൊതുവേ സാധാരണ കുടുംബാന്തരീക്ഷത്തിൽ പൊതുവെ സാധാരണഗതിയിലെ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കുടുംബത്തിലെ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ ചില പ്രത്യേക കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുക. എന്തെങ്കിലും മത്സരങ്ങളിലോ കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും മത്സര പരീക്ഷകൾ കാര്യങ്ങളൊക്കെ എക്സാംസൊക്കെ എഴുതുന്നുണ്ടാകും. കുറേ നാളായി നിങ്ങൾ പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കാര്യങ്ങൾക്കൊക്കെ ഒന്നും പോയിട്ടില്ലാത്തവരാണ് എങ്കിൽ, നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും ശ്രമിക്കാം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഹെർമിറ്റ് മോഡാണ്. അപ്പോൾ ചില ആളുകൾ ഒരു പ്രായം കഴിയുന്ന, ഒരു 40-45 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ചധികം ഒരു ആത്മീയതയിലേക്ക് ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുക, ആത്മീയതയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുക, ദൈവിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഒക്കെ ഒത്തിരി താല്പര്യം പ്രകടിപ്പിക്കുക, ലൈഫിൽ വേണ്ടാത്ത മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്ത് കടക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ജീവിതത്തിൽ, കാരണം ഓവറായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഫിസിക്കൽ വേൾഡിലാണ്. അപ്പോൾ ഇപ്പോൾ അച്ഛനമ്മമാർ, സഹോദരങ്ങൾ, അല്ലെങ്കിൽ വിവാഹിതരായിട്ടുള്ളവരാണ് ഈ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ഇങ്ങനെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്കുണ്ട്. അത് ഏറ്റെടുത്ത് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് പൂർണ്ണമായിട്ടും പോകാൻ പറ്റില്ല. സ്പിരിച്വലി കണക്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് തന്നെ നിങ്ങൾക്ക് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. 9 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതി വരുന്ന സമയം എന്ന് പറയാം. അപ്പോൾ കാത്തിരിപ്പിന് അറുതി വരുന്നു എന്ന് പറയുമ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യമായിരിക്കും. ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ റെഡിയാകുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തൊക്കെയോ ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കുന്നു എന്നുള്ളതും, ലൈഫ് നിങ്ങൾ വിചാരിച്ച രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തൃപ്തി തരുന്ന കാര്യമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് നാളായിട്ട് ചികിത്സിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള എന്തോ ഓപ്പറേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും. അതിങ്ങനെ നീട്ടി പോയതായിരിക്കും. അപ്പോൾ അത് ഫൈനലി ഈ വർഷം ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ളൊരു കാര്യത്തിലേക്കും ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു രോഗശമനവും രോഗശാന്തിയൊക്കെ കാണിക്കുന്നു. 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചില കാര്യങ്ങളുടെ പര്യവസാനവും ചില കാര്യങ്ങളുടെ തുടക്കവും എന്നുള്ള രീതിയിലാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഒരു പക്ഷെ ചില ആളുകൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ജോലിയോടൊപ്പം എന്നുള്ള രീതിയിലായിരിക്കും. അല്ലെങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഷിപ്പ്, കണ്ടെയ്നേഴ്സ്, ഷിപ്സ്, ട്രാൻസ്പോർട്ടേഷൻ, കടൽ മാർഗമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഷിപ്പിലേക്കുള്ള ജോലിയായിരിക്കും. നിങ്ങളുടെ മക്കളോ മറ്റും ഷിപ്പിലേക്ക് ജോലിക്ക് പോവായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പരീക്ഷകളോ കാര്യങ്ങളോ അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഒന്നുകിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ അതുപോലുള്ള ബിസിനസ്, ട്രാൻസ്പോർട്ടേഷൻ, കടൽ മാർഗമുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യം. ചില ആളുകൾ നിങ്ങളൊരു യാത്ര പോകുന്നതാവാം,
ഒരു ക്രൂസ് ഷിപ്പിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യം ആവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.